ഇത്തരത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായി യാതൊരു ചടങ്ങിൻ്റെയോ നൂലാമാലകളുടെയോ ഒന്നും പ്രശ്നമില്ലാതെ വിവാഹിതരാകാൻ സാധിക്കുന്നതാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ നൽകി 30 ദിവസങ്ങൾക്ക് ശേഷം 3 മാസത്തിനകം ഈ അപേക്ഷ നൽകിയ ആളുകൾക്ക് മതിയായ രേഖകളോടും സാക്ഷികളോടുമൊപ്പം മാരേജ് ഓഫീസർ മുമ്പാകെ ഹാജരായി എപ്പോൾ വേണമെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് അഡ്വക്കേറ്റ് ചിത്ര മോഹനൻ. ഞാൻ ഒരു ഫാമിലി കോർട്ട് ലോയറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 അഥവാ പ്രത്യേക വിവാഹ നിയമം. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, ഈവൻ വിദേശത്ത് താമസിച്ചു വരുന്ന ഇന്ത്യൻ പൗരന്മാർക്കും സിവിൽ വിവാഹത്തിന് അഥവാ രജിസ്റ്റർ ചെയ്തുള്ള വിവാഹത്തിന് വ്യവസ്ഥയുണ്ട്. ഈ ആക്ട് പ്രകാരം നടക്കുന്ന വിവാഹങ്ങളെ ഒരു സിവിൽ കരാറായി കണക്കാക്കപ്പെടുന്നതും ഇത്തരം വിവാഹിതരാകുന്ന ആളുകളുടെ ജാതിയോ മതമോ തികച്ചും അപ്രസക്തവുമാണ്. ഈ വിവാഹങ്ങളെ യാതൊരു കാരണവശാലും വ്യക്തി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നില്ലാത്തതുമാണ്. ഇനി ഇത്തരത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായി യാതൊരു ചടങ്ങിൻ്റെയോ നൂലാമാലകളുടെയോ ഒന്നും പ്രശ്നമില്ലാതെ വിവാഹിതരാകാൻ സാധിക്കുന്നതാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആർക്കൊക്കെ വിവാഹിതരാകാൻ സാധിക്കും? സ്പെഷ്യൽ മാരേജ് ആക്ട് വകുപ്പ് 4 പ്രകാരം 18 വയസ്സ് പൂർത്തിയായ സ്ത്രീക്കും 21 വയസ്സ് പൂർത്തിയായ പുരുഷനും വിവാഹിതരാകാൻ സാധിക്കുന്നതാണ്. ഇരു കക്ഷികളും അവിവാഹിതരോ വിവാഹമോചിതരോ അതുമല്ലെങ്കിൽ ജീവിത പങ്കാളി മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളോ ആയിരിക്കണം. കൂടാതെ ഇവരാരും നിരോധിത ബന്ധത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടവരും ആകരുത്. സ്പെഷ്യൽ മാരേജ് ആക്ട് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീക്കും പുരുഷനും അവരുടെ പ്രായവും മേൽവിലാസവും തെളിയിക്കുന്ന മതിയായ രേഖകളോടുകൂടി മാരേജ് ഓഫീസർ മുൻപാകെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ നൽകി 30 ദിവസങ്ങൾക്ക് ശേഷം 3 മാസത്തിനകം ഈ അപേക്ഷ നൽകിയ ആളുകൾക്ക് മതിയായ രേഖകളോടും സാക്ഷികളോടുമൊപ്പം മാരേജ് ഓഫീസർ മുമ്പാകെ ഹാജരായി എപ്പോൾ വേണമെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ വിദേശികളായിട്ടുള്ളവർക്ക് പോലും ഇന്ത്യയിൽ വെച്ചിട്ട് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകാൻ സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മതജാതി സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത രേഖയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മതാചാരപ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ പലപ്പോഴും ധൂർത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറാറുണ്ട്. ഈ വിവാഹ ധൂർത്ത് മലയാളിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കടക്കെണിയിലാണ്. പല കുടുംബങ്ങളും ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. നിലവിലെ കമ്പോള കേന്ദ്രീകൃതമായ വ്യവസ്ഥിതിയും അതോടൊപ്പം തന്നെ മലയാളിയുടെ ഉപഭോഗ സംസ്കാരവുമാണ് ഭരണ സംവിധാനങ്ങളുടെ ഇത്തരത്തിലുള്ള വിവാഹ ധൂർത്ത് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളെ പലപ്പോഴും നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവയ്ക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വമുള്ള മാധ്യമങ്ങൾ, വനിതാ മാഗസിനുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കമ്പോള കേന്ദ്രീകൃത പരസ്യങ്ങളുടെ പ്രചാരകരായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ ആർഭാട വിവാഹങ്ങളെ നിയന്ത്രിക്കേണ്ടതും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള ലളിതമായിട്ടുള്ള വിവാഹങ്ങളെ ഭരണ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്.